ഒന്ന് കണക്ട് ആയിക്കേ. നിങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധാത്മ ഇപ്പൊ കാണിച്ചു. ഞാൻ വെറുതെ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മധ്യത്തിൽ പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവിനെ നിർബന്ധിച്ചുകൊണ്ടാ പറഞ്ഞത്. ഇങ്ങനെ പോയാൽ നമുക്ക് പറ്റത്തില്ല. കടലിന്റെ ആഴത്തിൽ നാം വീണു പോകും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെക്കാൾ ചെറുതായിരിക്കാം, പക്ഷെ പരിശുദ്ധാത്മ പറഞ്ഞത് ചെയ്യാൻ എനിക്ക് പറ്റത്തുള്ളൂ. വചനത്തിലേക്ക് കയറുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവോട് സംസാരിച്ചതാണ്. കരയണമെങ്കിൽ കരയാം, പൊട്ടിക്കരയണം. എന്റെ ബന്ധങ്ങളെ ഓർത്ത്, ഞാൻ പറഞ്ഞു പോയ ചില വാക്കുകളെ ഓർത്ത്, കർത്താവേ ഞാൻ ഇന്ന് മടങ്ങി വരികയാ, കർത്താവേ ഞാൻ മടങ്ങി വരിക. എത്ര പേര് ആത്മാർത്ഥമായി സമർപ്പിക്കും? എന്നെ നിൻ കൈയെടുത്ത് കാത്തുകൊള്ളേണം, പാപങ്ങൾ നീക്കി എന്നെ വെണ്മയാക്കേണം, ശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിൽ എന്നു നിറയ്ക്കണം. എന്റെ വാക്കുകൾ എന്റെ അപ്പനെ വിരോധമായി എന്നോട് ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിൽ എന്നു നിറയ്ക്കണം. അപ്പായേ, സോറി അപ്പായേ, എന്നെ നിൻ ഓമനയാക്കി മാറിലണയ്ക്കണേ. ശുഭാ, എന്നെ ഒന്ന് മാറോടണയ്ക്കണേ. എന്റെ വാക്കുകൾ, എന്റെ പ്രവൃത്തികൾ, എന്റെ ചിന്തകൾ, എന്റെ കുടുംബത്തിന്റെ അകത്തും പുറത്തും ശുശ്രൂഷയ്ക്കകത്തും സമൂഹത്തിന്റെ അകത്തും ഞാൻ ചെയ്തു പോയ എല്ലാ കുറവുകളും എന്നോട് ക്ഷമിക്കണമേ. അപ്പാ, യേശു അപ്പാ, അങ്ങേ എനിക്ക് ഏറെ ഇഷ്ടമാ. അപ്പാ, യേശു അപ്പാ, നിൻ വഴികളിൽ ഞാൻ നടന്നിടും. അപ്പാ, യേശു അപ്പാ, ഞാൻ ആരെക്കാളും അങ്ങയെ സ്നേഹിക്കുകയാണ് രാജാവേ. അങ്ങേ എനിക്ക് ഏറെ ഇഷ്ടമാ. ചിലരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാര ഒഴുകുകയാണ്. അവിടെ വരെ ഇന്നർഭീതിക്ക് പകരുകയാണ് കർത്താവ്. നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ, നീ ആയിരിക്കുന്ന ബിസിനസ്സിൽ, നീ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത്, ഒരു ഭർത്താവ് എന്ന രീതിയിൽ, ഒരു ഭാര്യ എന്ന രീതിയിൽ, ഒരു അമ്മ എന്ന രീതിയിൽ, ഒരു ആന്റി എന്ന രീതിയിൽ, ഒരു അമ്മാമ്മ എന്ന രീതിയിൽ നിന്റെ പെർഫോമൻസ് എങ്ങനെയാ? നീ എങ്ങനെയാ? ഒരു അപ്പൻ എന്ന രീതിയിൽ, ഒരു അങ്കിൾ എന്ന രീതിയിൽ, ഒരു അപ്പച്ചൻ എന്ന രീതിയിൽ, ഒരു സഹോദരൻ എന്ന രീതിയിൽ നീ ദൈവമായിട്ട് നോക്കുമ്പോ നിന്റെ രീതി എങ്ങനെയാ? പരിശുദ്ധനാവ് ചോദിക്കുന്നു. നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ആ വ്യക്തിയുടെ അടുക്കലേക്ക് പോയി തെറ്റിപ്പോയെന്ന് പറയാനുള്ള ഹൃദയം ഉണ്ടാവട്ടെ. നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും ഒന്ന് സമർപ്പിക്കാമോ? ഞാൻ ചെയ്തു പോയ സകലതും കർത്താവിന്. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചിലരുടെ മേൽ അസാധാരണമായി ദൈവിക സമാധാനം വെളിപ്പെടാൻ പോവാ. അയ്യോ, എന്റെ ജനം എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. എങ്കിൽ ഞാൻ അവരുടെ സമാധാനം നദി പോലെ ആക്കുമായിരുന്നു. അവരുടെ നീതി അധികം പകരുമായിരുന്നു. പറ്റാത്ത നീരുറവ പോലെ നീതി വെളിപ്പെടണമെങ്കിൽ എന്റെ അകത്തും എന്റെ അകത്തുള്ള ചില കല്ലുകൾ പോലുള്ള ചില ഭാരങ്ങൾ ഉടഞ്ഞു പോയേ പറ്റൂ. ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച വ്യക്തികളിൽ നിന്ന് തിരിപ്പുണ്ട്. നിങ്ങളും അവരോട് ക്ഷമ പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവേ, എന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ കൊണ്ടാണെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. എന്നോടൊന്ന് മനസ്സറിയണമേ. ബന്ധങ്ങളൊന്ന് നേരെയാവട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാകിയാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വേഗത്തിൽ വേദഭാഗത്തിലേക്ക് വരാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 32-ാം വാക്യം. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന്റെ ചുറ്റും വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു ഏരിയ കർമ്മേൽ പർവ്വതത്തിൽ. ശുശ്രൂഷയിൽ, കുടുംബത്തിൻ്റെ അകത്ത്, സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ഇരിക്കുന്നവരോടുള്ള ദൂതാണ് ഇന്നത്തെ ദൂത്. നിങ്ങളുടെ
കരത്തിൽ കർത്താവ് ചിലത് ചെയ്യിക്കാൻ പോവാ. നിങ്ങളുടെ കരത്തിലൂടെ കർത്താവ് ചിലത് ചെയ്യിക്കാൻ പോവാ. ഇതിന്റെ അകത്ത് ബാലിന്റെ പ്രവാചകന്മാരും ഏലിയാവും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അശുദ്ധാത്മാവുള്ള വ്യക്തിയും നീയും തമ്മിൽ വല്ലാത്ത യുദ്ധമായിരിക്കും. നിന്നെ അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല, നിന്നെ സ്നേഹിക്കാൻ അവർക്ക് കഴിയില്ല, നിന്നെ ഒന്ന് പരിഗണിക്കാൻ അവർക്ക് കഴിയില്ല. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ ഒറ്റയ്ക്ക്. ഞാനൊരു കാര്യം പറയാം, ഒറ്റപ്പെടലിന്റെ വേദന വല്ലാതെ വെൻബ്രദർ നിങ്ങളെ ഞെരുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളിലൂടെ ഒരു ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ സമയമായി. ഹല്ലേലൂയ. മറിയയോട് യഹോവയുടെ ദൂതൻ ഗബ്രിയേൽ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ജീവിതത്തിന്റെ അകത്തൊരു വാഗ്ദത്തം വെളിപ്പെടാൻ സമയമായി. അപ്പൊ മറിയ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാന് പുരുഷനെ അറിയാത്തൊരു സ്ത്രീ ആകയാൽ എന്റെ ഉദരത്തിൽ നിന്ന് എങ്ങനെ ഒരു കുഞ്ഞു പുറത്തു വരിക? ദൈവാത്മാവ് എന്നോട് ദൂത് പറയാൻ പറയുക, നിന്റെ സാധ്യതകൾ എവിടെ അവസാനിക്കുമ്പോ നിനക്കിനി പറ്റത്തില്ലെന്ന് പറഞ്ഞ ചിലത് നീ മാറി കടന്നു പോകുമ്പോ കർത്താവ് തെളിയിക്കും നിന്നെ കൊണ്ട് അത് പറ്റുമെന്ന്. മനസ്സിലായി? ഒറ്റപ്പെടന്റെ ആഴങ്ങളിൽ നിങ്ങളെ തള്ളിയിട്ടിട്ട് ചിലരൊക്കെ ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ആ ചിരി കരച്ചിലാകും, നിങ്ങൾ ലിഫ്റ്റായി പുറത്തുകൊണ്ടേയിരിക്കും. പലരും വിചാരിക്കുന്ന ഒറ്റയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഒറ്റയ്ക്ക് നിന്നാലും നീതിയോടെ നിന്നാൽ നീതി സൂര്യൻ നിന്റെ മേൽ ഉദിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ അകത്ത് 20 വാക്യം പറയുന്നു, അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ആളയച്ചു കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടി വരുത്തുകയാണ്. അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും പറയുക, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവരോട് ഉത്തരം പറഞ്ഞില്ല. ആരാണ് ദൈവം? അവിടുത്തെ വിഷയമില്ല. യഹോവയാണോ അതോ ബാലിന്റെ ദേവന്മാരാണോ ദൈവം? ഞാനൊരു കാര്യം പറയാം, എന്റെയും നിന്റെയും ജീവിതം കണ്ടാണ് മറ്റുള്ളവർ ദൈവത്തെ തിരിച്ചറിയുന്നത്, അല്ലേ? ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല, മുസ്ലിം ആയതുകൊണ്ടല്ല, ഹൈന്ദവനായതുകൊണ്ടല്ല, അവന്റെ പ്രവൃത്തി ഉത്തരം പറയുന്ന ഒരു കാലമുണ്ട്. അതാണ് ഞാൻ എപ്പോഴും പറയണേ, നീതിയിലേക്ക് കടന്നു വരണം, വിശുദ്ധിയിലേക്ക് കടന്നു വരണം. വിശുദ്ധിയിൽ അതിഭയങ്കരനായ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് വിശുദ്ധിയോടെ മാത്രമേ നിൽക്കാൻ പറ്റൂ. ഹല്ലേലൂയ. അപ്പോ ഇതിന്റെ അകത്ത് കർമ്മേലിൽ നിൽക്കുമ്പോ അവിടെ പ്രശ്നം എന്താ? യഹോവയാണോ ദൈവം, ബാലിന്റെ വിഗ്രഹങ്ങളാണോ? നിങ്ങളായിരിക്കുന്ന ദേശത്ത്